സമര സമ്മേളനത്തിൻ്റെ അധ്യക്ഷനും ദളിത് ആദിവാസി സംയുക്ത സമിതിയുടെ ചെയർമാനുമായ ശ്രീ കെ സുരേഷ് അവർകൾ, ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്ന കേരള പുലയർ മഹാസഭയുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറിയും ദളിത് ആദിവാസി സംയുക്ത സമിതിയുടെ ജനറൽ കൺവീനറുമായ ശ്രീ പുന്നല ശ്രീകുമാർ അവർകൾ, വേദിയിലുള്ള മറ്റ് വിശിഷ്യരെ, എത്രയും പ്രിയങ്കരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, കൊച്ചുകുട്ടികളെ, നിങ്ങൾക്ക് നമസ്കാരം. ഇന്ന് ലോക മനുഷ്യാവകാശ ദിനമാണ്. ഈ ലോക മനുഷ്യാവകാശ ദിനത്തിൽ ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ മനസാക്ഷി എന്ന് മാത്രമല്ല, അവൻ്റെ ജീവിതം പോലും നിലയ്ക്കത്തക്ക വിധത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഭാരതത്തിൻ്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. ഇന്ത്യയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ ക്രിമിലെയർ നടപ്പാക്കുക, സബ് ക്ലാസിഫിക്കേഷൻ നടപ്പാക്കുക, ഇതായിരുന്നു വിധി. ഈ വിധി നടപ്പാക്കുന്നതിനും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ കണ്ടെത്തുന്നതിനും അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് ഉത്തരവ് കൂടി നൽകിക്കൊണ്ടുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ വിരുദ്ധമായ ഒരു വിധിയാണ് പുറപ്പെടുവിക്കുകയുണ്ടായത്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സംവരണത്തിൻ്റെ കടയ്ക്കൽ കത്തിവയ്ക്കുന്ന വിധത്തിലുള്ള ഒരു വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇന്ത്യയിൽ സാമ്പത്തിക സംവരണം നടപ്പാക്കുക എന്നുള്ള കാര്യം ഏതാണ്ട് 70 വർഷങ്ങളായിട്ട് നിലനിന്ന് പോരുന്നൊരു സംവിധാനമാണ്. ഇന്ത്യയിൽ സാമ്പത്തിക സംവരണം നടപ്പാക്കുവാൻ എതിരായി നിൽക്കുന്നത് ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളാണ്. അതെന്തുകൊണ്ടെന്നാൽ അവർക്ക് ജന്മാവകാശമായി ലഭിച്ച സംവരണം മാത്രമാണ് അതിന് തടസ്സം. ആ തടസ്സത്തെ എങ്ങനെ വെട്ടി നീക്കണമെന്ന് സവർണ മേധാവിത്വത്തിൻ്റെ മനസ്സിലുദിച്ച ആശയം സുപ്രീം കോടതി വിധിയിലൂടെ നടപ്പാക്കുവാനാണ് അവർ ആഗ്രഹിക്കുന്നത്. 1989 ഇന്ദിരാ സാഹ്നി കേസിൽ സുപ്രീം കോടതിയുടെ 9-അംഗ ബെഞ്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ ക്രിമിലെയർ നടപ്പാക്കുവാൻ പാടില്ല, അത് പിന്നോക്ക വിഭാഗങ്ങളിൽ മാത്രം എത്തിച്ചേർന്ന് നിൽക്കേണ്ടതാണ് എന്നുള്ള വിധി നിലനിൽക്കെ ആ വിധിയെ കൂടി മറികടന്നുകൊണ്ടാണ് 7-അംഗ ബെഞ്ച് ഇപ്പോൾ നമ്മളിൽ കൂടി ക്രിമിലെയർ നടപ്പാക്കുവാനുള്ള വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ സാമ്പത്തിക സംവരണം നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഇന്ത്യയിൽ എന്ത് ദ്രോഹമാണ് ചെയ്തത്? ദാരിദ്ര്യത്തിൽ ഏറ്റവും താഴെത്തട്ടിൽ ദാരിദ്ര്യം മാത്രം കൈമുതലായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, നമുക്കറിയാം എത്രയോ നിരവധിയായിട്ടുള്ള പട്ടികജാതി സംഘടനകളുണ്ട് കേരളത്തിൽ എന്ന് മാത്രമല്ല, പട്ടികജാതി സംഘടനകളെ, പട്ടികജാതി സമുദായങ്ങളെ അല്ലെങ്കിൽ പട്ടിക വിഭാഗങ്ങളെ നിർണ്ണയിക്കുവാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ടോ? ഇന്ത്യൻ ഭരണഘടനയുടെ 431 വകുപ്പ് പ്രകാരം ഇന്ത്യൻ രാഷ്ട്രപതിക്കാണ് പട്ടികജാതി വിഭാഗങ്ങളെ നിർണ്ണയിക്കുവാനുള്ള അവകാശമുള്ളത്. 432 വകുപ്പ് പ്രകാരം പട്ടികവർഗ വിഭാഗങ്ങളെ നിർണ്ണയിക്കുവാനുള്ള ഇതും ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 1-ാം തീയതിയിലെ വിധി യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യൻ ഭരണഘടന കാക്ഷിക്കുന്ന രീതിയിൽ ഭരണം നടത്തേണ്ടവർ ഇന്ന് ഇന്ത്യൻ ഭരണഘടനയെ ധിക്കരിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. കേരളത്തിലെന്നല്ല, കേരളത്തിലാണെങ്കിലും UDF ആയാലും LDF ആയാലും ഇനി നാളെ ഒരാൾ വന്നാലും പട്ടികജാതിക്കാർ അവരുടെ ശത്രുക്കളാണ്.
ഏതു തരത്തിലാണ് ശത്രുക്കളായി മാറുന്നത്? സംവരണമാണോ അവരുടെ ശത്രുത? സംവരണം എന്ന് പറയുന്നത് ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയേ അല്ല. വന്ന് സ്റ്റേറ്റ് ഗവൺമെന്റുകളും സംസ്ഥാന ഗവൺമെന്റുകളും കേന്ദ്ര ഗവൺമെന്റുകളും ഒക്കെ സംവരണം എന്നാൽ ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായി കണക്കാക്കുകയാണ്. എന്നാൽ ഇത് ജന്മാവകാശമായി കിട്ടിയ അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ സംവിധാനമാണ് സംവരണം എന്നുള്ളത് അവർ മറന്നു പോവുകയാണ്. പട്ടികജാതിയിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ള പ്രായണയാണ് ഈ വിധി നടപ്പാക്കുവാൻ ശ്രമിക്കുന്നത്. നമ്മൾ ആവശ്യപ്പെടുന്നു, കേരളത്തിലെ ദളിത് ആദിവാസി സംയുക്ത സമിതി ആവശ്യപ്പെടുന്നത് ഈ വിധി കേരളത്തിൽ നടപ്പാക്കുവാൻ പാടില്ല എന്നാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ മനുഷ്യാവകാശ ദിനത്തിൽ സെക്രട്ടേറിയറ്റ് മുതൽ കേരളത്തിൻ്റെ ഭരണസിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റ് മുതൽ ഈ രാജ്ഭവൻ വരെ ഇന്ന് മനുഷ്യ ജനസാഗരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ജനസാഗരത്തെയും സമരത്തെയും നയിക്കുന്നത് കേരളത്തിൻ്റെ പ്രിയങ്കരനായ ശ്രീ പുന്നല ശ്രീകുമാർ അവറുകളാണ്. മഹാത്മാ അയ്യൻകാളി യജമാനൻ ഒരു കാലഘട്ടത്തിൽ ഉഴുതുമിറിച്ച രാജവീതിയാണ് ഈ നാം നിൽക്കുന്നത്. ഈ രാജവീതിയിൽ സമരത്തിന്റെ പുതിയ പുത്തൻ പന്താവ് തുറന്നു തന്ന മഹാനുഭാവനായിരുന്നു മഹാത്മാ അയ്യൻകാളി യജമാനൻ. ആ അയ്യൻകാളി യജമാനന്റെ കൊച്ചുമക്കളായ ഞങ്ങൾ ഇന്ന് ഒരു പുതിയ സമരമാർഗം കണ്ടെത്തിയിരിക്കുന്നു ശ്രീ പുന്നല ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ. മനുഷ്യച്ചങ്ങല മുതലുള്ള ഒട്ടനവധിയായിട്ടുള്ള സമരങ്ങൾ കണ്ടുമടുത്തവരാണ് നമ്മൾ. എന്നാൽ രണ്ട് ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഒരേ സമയത്ത് തന്നെ മനുഷ്യക്കടൽ തീർക്കുവാൻ ഇന്ന് കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്ന് പറയുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ കർത്തവ്യം സ്വാഗതം ആശംസിക്കുക എന്ന് മാത്രമാണ്. എൻ്റെ കടമയിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇന്ന് ഈ പ്രതിഷേധ സാഗരത്തിൻ്റെ മനുഷ്യക്കടലിൻ്റെ